ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സഹോദരങ്ങളെ, കഴുത സംസാരിക്കുമോ? ശാസ്ത്രലോകം ഉറപ്പായും പറയും കഴുതയ്ക്ക് സംസാരിക്കാനാകില്ല എന്ന്. എന്നാൽ ബൈബിളിൽ സംഖ്യാപുസ്തകം 22:28 ഒരു കഴുത സംസാരിക്കുന്നുണ്ട്. കേൾക്കൂ. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. പിന്നീട് അങ്ങോട്ട് വായിച്ചാൽ ബിലെയാമും കഴുതയും തമ്മിൽ ഒരു വാദപ്രതിവാദം തന്നെ നടക്കുന്നതായി കാണാം. ബിലെയാമിൻ്റെ പ്രതിയോഗിയായി ദൂതൻ നിന്നത് കഴുത കാണുകയും അവിടെ നിന്ന് മാറുകയും ചെയ്തതായി പറയുന്നു. എന്നാൽ ആ കാഴ്ച കാണാൻ ബിലെയാമിൻ്റെ കണ്ണുകൾക്കായില്ല. പിന്നീട് ബിലെയാമിൻ്റെ കണ്ണുകൾ തുറക്കുന്നു, ദൂതനെ കാണുന്നു. ഏറ്റവും അത്യാവശ്യമായ സന്ദർഭത്തിൽ ദൈവം കഴുതയ്ക്ക് സംസാരശേഷി കൊടുത്തു. ബൈബിളിലെ ഈ സന്ദർഭം വിശ്വസിക്കണമെങ്കിൽ കടലിനു മുകളിലൂടെ നടന്ന യേശുവിനെയും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിനെയും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമുക്ക് വേണ്ടി പലതും ചെയ്യാനാകും. അത് നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും കാഴ്ചയ്ക്കും യുക്തിക്കുമെല്ലാം അപ്പുറമാണ്. യുക്തിവാദികളായ മനുഷ്യർ ദുരന്തമുഖങ്ങളിൽ പകച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ആ സുരക്ഷിതത്തിൽ വലയം പ്രാപിക്കുന്നതായി കാണാം. വയനാട്ടിലെ ദുരന്തമുഖത്ത് ഒരു സ്ത്രീയും പേരക്കുട്ടിയും കാട്ടിൽ ആനയുടെ മുന്നിൽ അകപ്പെടുന്നതും അവർ സംസാരിക്കുന്നതും ആനയുടെ കാൽക്കീഴിൽ വെളുക്കുന്നതുവരെ സുരക്ഷിതരായി കഴിഞ്ഞതുമെല്ലാം നാം കേട്ടതാണ്. ആ സംഭാഷണത്തിൽ ആ സ്ത്രീ പറയുന്നു, ആ ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണത് കണ്ടുവെന്ന്. അതിന് പല യുക്തിചിന്തകന്മാരും പലരും പറയുന്നതായി കേട്ടു. ശാസ്ത്രലോകം തീർത്ത് പറയുന്നു, ആനയ്ക്ക് കരയാൻ കണ്ണുനീർ ഗ്രന്ഥിയില്ലാത്തതിനാൽ ആന കരയില്ല. വേണ്ട, ആ സ്ത്രീ ആന ചവിട്ടുകയോ ഉപദ്രവിക്കുകയോ ചെയ്തില്ലല്ലോ. ജീവനോടെ രക്ഷപ്പെട്ടത് കൊണ്ടല്ലേ ആ സ്ത്രീ ആ അനുഭവം പുറം ലോകത്തെ അറിയിക്കാനായത്. ബിലെയാമിൻ്റെ കഴുതയ്ക്ക് ദൂതനെ കാണാനായി, ബിലെയാമിന് കാണാൻ സാധിച്ചില്ല. അതുപോലെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ആനയിലൂടെ ആ സ്ത്രീ ദർശിച്ചിട്ടുണ്ടാകും. ദുരന്തമുഖത്ത് ദൈവം കണ്ണടച്ചുമൊന്നുമല്ലായിരുന്നു ഇരുന്നത്. ദൈവം ആരെയും കൊന്നിട്ടില്ല. ദൈവം സൃഷ്ടിച്ച മനോഹരമായ പ്രകൃതിയോട് മനുഷ്യൻ കാട്ടിയ ക്രൂരതയ്ക്കും മനുഷ്യൻ്റെ നിസ്സംഗതയ്ക്കും തിരിച്ചടി കിട്ടുന്നത് നോക്കി നിൽക്കാനേ ദൈവത്തിനും കഴിയും. ദൈവം ആളുകളെ അവർക്കറിയാത്ത സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. 2 പത്രോസ് 2:16 ശ്രദ്ധിക്കൂ. എന്നാൽ അവന് തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. സംസാരിക്കാത്ത കഴുത മനുഷ്യസ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞുവല്ലോ. പഴയ നിയമത്തിലെ കഴുത സംസാരിച്ച സംഭവം പുതിയ നിയമത്തിൽ പത്രോസ് ആവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു സംഭവമല്ല ഇതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. സത്യത്തിൽ ദൈവമാണ് ആ കഴുതയിലൂടെ ബിലെയാമിനോട് സംസാരിച്ചത്. അസാധാരണമായ അനുഭവങ്ങൾ ദൈവ സാന്നിധ്യമാണ് നമ്മെ അറിയിക്കുന്നത്. ആനയുടെ കണ്ണിൽ നിന്നും ആ സ്ത്രീ കണ്ണീർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണീരാണ്. കഴുതയ്ക്ക് സംസാരിക്കാനാകാത്തതുപോലെ ആനയ്ക്ക് കരയാനാകുകയില്ലല്ലോ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.